ഇത് അബ്ദുൽ കലാം മ്യൂസിയമാണ്. അബ്ദുൽ കലാം മ്യൂസിയം ഹൈവേ സൈഡിലാണ്. മ്യൂസിയത്തിനകത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ടെങ്കിൽ വണ്ടിയെ തിരിച്ചു വെച്ചിട്ട് വരാൻ തോന്നുന്നു. വലിയ കെട്ടിടമാണ്. അബ്ദുൽ കലാം ഹൗസ് ഓഫ് അബ്ദുൽ കലാമിൽ ഇതിൻ്റെ ഒരു മോഡൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാർക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിനകത്ത് എന്തൊക്കെയാ കാഴ്ചകളെന്ന് അറിയത്തില്ല. അബ്ദുൽ കലാം മ്യൂസിയം വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഇതാണ് അബ്ദുൽ കലാം മ്യൂസിയം. ഇത് അബ്ദുൽ കലാം മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ്. തീർത്ഥയാത്രത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും പുതിയമായി സ്വാഗതം. അബ്ദുൽ കലാമിൻ്റെ കാഴ്ചകൾ നമുക്ക് എപ്പോഴും അഭിമാനം തോന്നുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയുമൊക്കെ രാജ്യത്തിൻ്റെ സുരക്ഷയുമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് നമുക്ക് നിസ്തുലമാണ്. ഭാരതീയരെ ജീവനുള്ളിടത്തോളം ഓർക്കേണ്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അകത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തായാലും ഈ കാഴ്ചകളെങ്കിലും നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ, അകത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. മൊബൈൽ ടെലിഫോൺ അലൗഡ് അല്ല, അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്രയും കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ വെളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിക്കാം. APJ അബ്ദുൽ കലാം സ്മാരക ബിൽഡിംഗാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് കയറുന്നതിന് യാതൊരുവിധ എൻട്രി ഫീസും ഇല്ല, സൗജന്യമാണ്. ചെരുപ്പ് സൂക്ഷിക്കാൻ പ്രത്യേകം സ്ഥലമുണ്ട്. മൊബൈൽ ഫോൺ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വണ്ടിയിൽ വരുന്നവർ വണ്ടിയിൽ വയ്ക്കുക. അല്ലെങ്കിൽ ഇവിടെ മൊബൈൽ ഫോണ് അതായത് വെക്കാനുള്ള കൗണ്ടറോ ക്ലോക്ക് റൂമോ ഒന്നുമില്ല. നമ്മൾ ആരുടെയെങ്കിലും ഒരാൾ പിടിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുക, എന്നിട്ട് പോയിട്ട് അവർ കയറുക, അങ്ങനെ പറ്റുള്ളൂ. ഒരു അരമണിക്കൂർ മാക്സിമം കാണാനുള്ളതേ ഉള്ളൂ. വളരെ നല്ല കാഴ്ചകളാണ് ഇവിടെ. ഈ രാമേശ്വരത്ത് വരുന്നവർ നിർബന്ധമായിട്ട് ഇതിവിടെ കൂടെ ഈ ക്ഷേത്രം കൂടെ ഒന്ന് സന്ദർശിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. APJ അബ്ദുൽ കലാം, ആ മനുഷ്യൻ ഭാരതത്തിന് വേണ്ടി ചെയ്ത എനിക്ക് തോന്നുന്ന ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം പൂർവ്വജന്മത്തിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പുണ്യം ചെയ്തതിൻ്റെ ഫലമാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള, അതായത് ഭാരതീയർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുപോലത്തെ ഒരു മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ സ്മാരകം നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അദ്ദേഹം ഏറ്റവും അവസാനം മരിച്ചതിൻ്റെ ഒരു ദൃശ്യവൽക്കരണം ഇവിടെയുണ്ട്. അതുകൂടാതെ പ്രധാന സംഭവങ്ങളെല്ലാം PSLV, GSLV, അഗ്നി, പൃഥ്വി, ഈ മിസൈലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട്. അദ്ദേഹം ഓഫീസിലിരിക്കുന്നതിൻ്റെ ഒരു ജീവൻ തുടിക്കുന്ന പ്രതിമ ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ പ്രതിമ നമ്മളൊന്ന് കാണേണ്ട തന്നെയാണ്. ഓഫീസിൽ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നതിൻ്റെ അതേ രീതിയിൽ കണ്ടാൽ അദ്ദേഹമാണ് ഡയറക്റ്റ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. പ്രതിമയാണെന്ന് ഒരിക്കലും പറയത്തില്ല. അതൊക്കെ നിങ്ങളൊന്നും തീർച്ചയായിട്ടും കാണണം. അതുപോലുള്ള നിരവധി പ്രതിമകളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണുക. ഇവിടെ ചെക്കിങ് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറ്റിവിടും. എൻട്രി ഫീസൊന്നുമില്ല. മൊബൈലൊന്നും കാണാൻ പാടില്ല. അതുപോലുള്ള മൊബൈൽ പോലുള്ള വസ്തുക്കളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ക്യാമറ അങ്ങനെയുള്ള കാണാൻ പാടില്ല. നല്ല കാഴ്ചയാണ്. എല്ലാവരും പോവുക. खड़ा
മൊബൈല് അതുപോലുള്ള സാധനങ്ങൾ മാത്രമല്ല, ചോക്ലേറ്റ് പോലും കൊണ്ടുവരാൻ അകത്തേക്ക് കയറ്റിവിടില്ല. അതൊക്കെ വെളിയിൽ സൂക്ഷിച്ചിട്ട് ബാഗിൽ സൂക്ഷിച്ചിട്ട് പോകണം. വണ്ടിയിൽ സൂക്ഷിക്കണം. ഇവിടെ ക്ലോക്ക് റൂമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പം വരുന്നവർ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും നമ്മുടെ ആ അതായത് ഈ പവിത്രമായിട്ടുള്ള ബിലോങ്ങിങ്സ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവിടെ പവിത്രമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും പാലിക്കുക. വളരെ നല്ലൊരു സ്ഥലമാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക. അവിടുത്തെ ആ കെട്ടിടത്തിൻ്റെ ഭംഗിയും മറ്റും ഒന്ന് കാണുക. ഭാരതത്തിൻ്റെ പവിത്ര ധ്വജം പാറിക്കളിക്കുന്നത് കാണുക. APJ അബ്ദുൽ കലാം മ്യൂസിയം, അതിൻ്റെ കാഴ്ചകൾ, അകത്തെ കാഴ്ചകൾ ഒഴിച്ച് പുറമേയുള്ള കാര്യങ്ങളൊക്കെ, അകത്തെ കാഴ്ചകളുടെ ഒരു വിവരണം നിങ്ങൾക്ക് ഞാൻ നൽകി. അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം ഉണ്ട്, അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളുടെയും അദ്ദേഹം പ്രസിഡൻ്റായിരുന്നപ്പോൾ ഓഫീസിലിരിക്കുന്ന അതേ രൂപങ്ങളെല്ലാം ശില്പം വളരെ ഗംഭീരമായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മാരക കുടീരം അവിടെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇത് എപ്പോഴെങ്കിലും വന്ന് കാണുക എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.